ഹാഫിലെ നമ്മളെല്ലാവർക്കും ഉണ്ടാവില്ലേ ആ ഒരു കൂട്ടുകാരൻ, അതായത് തേങ്ങാ കച്ചവടം തുടങ്ങി ചൈനയിൽ നിന്ന് എക്സ്പോർട്ടും ഇമ്പോർട്ടും വരെ നടത്തുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടാവില്ലേ? നീ പറഞ്ഞപ്പോൾ ആലോചിച്ചു, ഇന്നലെ സൗദിയിൽ നിന്ന് എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു, നസ്രുദ്ദീൻ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഇന്നലെ ആ ഫോണിൽ തന്നെ ഏകദേശം ചൈനയ്ക്കും ഇമ്പോർട്ട്, കോഴിക്കാട്ടം വരെ ഇമ്പോർട്ട് ചെയ്തിട്ട് 1.5 കോടി വരെ ലാഭം ഉണ്ടാക്കി ആ ഒറ്റ കോഡില്. ഇത് ഇന്നൊന്നലെ തുടങ്ങിയതല്ല, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. നമ്മൾ ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, എന്തുകൊണ്ട് നമുക്ക് അതൊരു ദുബായിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നോക്കിക്കൂടാ? ശരിയാണ്. ശരിക്ക് ദുബായിൽ പോയി ഒരു പ്രോപ്പർട്ടിയിൽ 4 ആൾ വരെ ഇടാം, അത് 35 ആൾ വരെ ലീഗലി വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. ശരിക്കും അങ്ങനെ 4 ആൾ ഒരു 50 ലക്ഷം രൂപയുടെ താഴെ ഇടുകയാണെന്നുണ്ടെങ്കിൽ മാസം എത്ര വരുമാനം കിട്ടും? മാസം ഏകദേശം അവർക്ക് ദുബായിന്റെ റിട്ടേൺ വെച്ച് ഏകദേശം 8 തൊട്ട് 10% റിട്ടേൺസ് വരുന്നത്. അവർക്ക് ഒരു മാസം ഒരു 35,000 തൊട്ട് 40,000 വരെ കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അത്രയും എമൗണ്ട് നമുക്ക് റിട്ടേൺ എടുക്കാൻ പറ്റും ഒരു 50 ലക്ഷത്തിന്റെ താഴെ ഇടുകയാണെന്നുണ്ടെങ്കിൽ. അതിന്റെ മുകളിൽ അവർക്ക് ക്യാപിറ്റൽ അപ്രീഷിയേഷൻ ഒരു 4-5 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് പ്രോപ്പർട്ടി സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? സെല് ചെയ്തിട്ട് ആ ക്യാപിറ്റൽ അപ്രീസിയേഷൻ അവർക്ക് എൻജോയ് ചെയ്യാം. റിസ്ക് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ഒരു 50 ലക്ഷം രൂപ എടുത്ത് മാസം ഒരു 35,000 ഒരു 4-5 കൊല്ലം റൺ ചെയ്തതിന് ശേഷം ആ സാധനം വിൽക്കുക, അടുത്ത പ്രോപ്പർട്ടിയിലേക്ക് മൂവ് ചെയ്യുക അല്ലേ? അതായത് റിസ്ക് കുറവാണ്, അതുപോലെ തന്നെ ആരും മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒറ്റ ചെക്കിൽ നമുക്ക് ഫുൾ എമൗണ്ട് തുടക്കത്തിലേക്ക് കിട്ടും, അവർക്ക് ഡിവൈഡ് ചെയ്ത് എടുക്കുകയും ചെയ്യാം. കൺവീനിയന്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഞാൻ ഇന്നലെ 1.5 കോടി ഉണ്ടാക്കിയില്ലേ, അവനെ ഒന്ന് വിളിച്ചിട്ട് ആദ്യം ഒരു 100 രൂപ അയച്ചുതരാൻ പറയട്ടെ, എന്നിട്ട് ഈ ബാക്കി സംസാരിച്ചിട്ട് ഒരു തീരുമാനമാക്കാം ഇപ്പൊ തന്നെ. അതുപോലെ തന്നെ ദുബായ് പ്രോപ്പർട്ടീസിന് പേജ് ഫോളോ